നിപ്പയെ പൂർണ്ണമായി പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മലപ്പുറത്തെ നിപ്പ രോഗിക്ക് വേണ്ടി ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നെത്തിച്ച മോണോക്ലോറൽ ആന്റിബോഡി 100% ഫലപ്രദമല്ലെങ്കിലും പക്ഷേ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് IMA നാഷണൽ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നൂഹ്. മറ്റു പകർച്ചവ്യാധികളെ പോലെ ഭയപ്പെടേണ്ട ഒന്നല്ല നിപ്പയെങ്കിലും അടുത്ത സമ്പർക്കം വഴി രോഗം പകരാൻ സാധ്യതയേറെയാണ്. ഉയർന്ന മരണനിരക്കാണ് നിപ്പയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. നിപ്പ പരത്തുന്ന പഴംതീനി വവ്വാലുകളുടെ ഉറവിടവും രോഗസാന്നിധ്യവും വൈറസ് വകഭേദങ്ങളും കണ്ടെത്താൻ ആരോഗ്യ നിരീക്ഷണ ശ്രമങ്ങൾ നടക്കണം. കേരളത്തിലെ ആരോഗ്യരംഗം ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നും പൊതുജനങ്ങളുടെ ആരോഗ്യ അവബോധം തന്നെയാണ് രോഗപ്രതിരോധ രംഗത്ത് കേരളം മുന്നിൽ നിൽക്കുന്നതെന്നും ഡോക്ടർ സുൽഫി നൂഹ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിപ്പയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം നിപ്പയുടെ മോർട്ടാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫെറ്റാലിറ്റിയാണ്. മരണനിരക്ക് വളരെ കൂടിയ ഒരു രോഗമാണ്. ധാരാളം ആൾക്കാരിൽ പകരാൻ സാധ്യതയില്ലെങ്കിൽ പോലും മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടി നിൽക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിവിധ തരത്തിലുള്ള ചികിത്സകളൊക്കെ തന്നെയും വിവിധതരം ചികിത്സകളുണ്ട്, ലഭ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ചികിത്സയുടെ ഒരു ആക്യുറസി, നമുക്കൊരു ചികിത്സ എത്രമാത്രം ഒരു സിംഗിൾ ഡ്രഗ് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡ്രഗ്. അപ്പോൾ ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളെല്ലാം തന്നെയും എത്രമാത്രം ഫലപ്രദമാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു പല സന്ദർഭങ്ങളിലും ഇത്തരം മരുന്നുകൾ എഫക്റ്റീവായി ഭവിക്കാറുണ്ട്. പക്ഷേ 100% ഒരു സർവൈവൽ ആകും എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. പക്ഷേ രോഗി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും തള്ളിക്കളയാനും കഴിയില്ല. പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിപ്പ പോലെയുള്ള ഒരു രോഗം ധാരാളം ആൾക്കാരിലേക്ക് പടർന്നു പിടിക്കില്ല. ആൾക്കാർ പാനിക് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഒരു വൈറൽ ഫീവർ പോലെയോ ഈവൻ കോവിഡ് പോലെയോ മറ്റ് അസുഖങ്ങൾ പോലെയോ ഒക്കെ തന്നെ വ്യാപകമായി പടർന്നു പിടിക്കാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ലാത്ത രോഗമാണ് നിപ്പ എന്ന് നാം മനസ്സിലാക്കണം. നിപ്പയുമായിട്ട് ക്ലോസ് കോണ്ടാക്ട്, അതായത് ഈ സ്രവവുമായിട്ട് അല്ലെങ്കിൽ ഈ വവ്വാല് കടിച്ച ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരിൽ മാത്രമാണ് യൂഷ്വലി ഇതുണ്ടാകാറുള്ളത്. മാൻ ടു മാൻ കോണ്ടാക്റ്റ് ഉണ്ടാകാറുണ്ട്. പക്ഷേ അതുപോലും ലേറ്റർ സ്റ്റേജസ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് രോഗി എത്തിയതിനു ശേഷമുള്ള കോണ്ടാക്റ്റിലൂടെയാണ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ഇത് പടർന്നു പിടിക്കില്ല. കേരളമാകെ സ്തംഭിക്കുന്ന അവസ്ഥയോ ലോക്ക്ഡൗണോ അത്തരം കാര്യങ്ങളോ ഉണ്ടാകാനുള്ള തീരെ സാധ്യതയില്ലാത്ത ഒരു രോഗമാണെന്നുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവ് വശം. പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമ്മളെ കോണ്ടാക്റ്റുകളെ മുഴുവൻ ട്രേസ് ചെയ്യുകയും അവരെല്ലാവർക്കും അസുഖം വരുന്നില്ല എന്ന് ഉറപ്പാക്കുകയും അവർ കോംപ്ലിക്കേഷനിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ബംഗ്ലാദേശ്, അതുപോലെ ബംഗാൾ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ കൃത്യം ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതെന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ സംവിധാനങ്ങളുടെ മാത്രം ഒരു ബുദ്ധിമുട്ടല്ല. നമുക്ക് മനസ്സിലാക്കാനുള്ളത് മലപ്പുറവും കോഴിക്കോടും മാത്രമല്ല. നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, നമ്മുടെ പരിസരങ്ങളിലൊക്കെ തന്നെയും ഇത്തരം വവ്വാലുകളുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി ട്രേസ് ചെയ്യുക ഒരു ലിമിറ്റഡ് പോപ്പുലേഷൻ ഉള്ള സ്ഥലം പോലെ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ അത് വ്യാപകമായ വനങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ വവ്വാലുകളുള്ള ഒരു സ്ഥലത്ത് അത് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഉള്ളതിനെക്കാട്ടിയും സാധാരണഗതിയിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ തീർച്ചയായും സാധ്യമായ കാര്യമാണ്. അതിലേക്കുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻറ്റിബോഡി 100% ഫലപ്രദമല്ലെങ്കിൽ പോലും അതിനുള്ള സാധ്യത, അതായത് മരണനിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഈ മരുന്നിനുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ മികച്ച ബോധവൽക്കരണം നൽകി രോഗത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഒപ്പം അതുപോലെ മാധ്യമങ്ങളിലൂടെ തന്നെ ബോധവൽക്കരണം നൽകുന്നതിലൂടെ തന്നെ ആളുകളുടെ അവയർനെസ്, ആളുകളുടെ ബോധം കൂടെ ഈ രോഗത്തെ തടഞ്ഞു നിർത്തുന്നതിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മികച്ചു നിൽക്കുന്നത് എന്നാണ് ഡോക്ടർ സുൽഫി നൂഹ് ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞത്.